ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നതല്ലേ? എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യാണ്. പേജ് നമ്പർ 21, ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തോളൂ. 6 എണ്ണം ഉണ്ട്, ഞാൻ 3 എണ്ണം. നമുക്ക് അതിന് ശേഷം കാരണം ഇതിന്റെ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയണം, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനകത്ത് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ, നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. ഓക്കെ, നമ്മൾ സാധാരണ സംഖ്യകൾ ഇപ്പൊ നോക്കിയേ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് 2, 4, 6 ഇത് കഴിഞ്ഞുള്ള എത്ര സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കും ഈ സീക്വൻസിൽ വരുന്ന സംഖ്യകൾ. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അറിയാം. എങ്ങനെ? 2 - 4 - 2 2 ആണ്. 6 - 4 2 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് 2 ആണെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾ 2 വീതം ആഡ് ചെയ്ത് 8, 10, 12 അങ്ങനെ പോകും. സിമ്പിൾ അല്ലേ? പക്ഷേ ഏതെങ്കിലും 2 പൊസിഷനിലെ സംഖ്യകൾ തന്നിട്ട് മറ്റുള്ള സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാതെ, ഒരു സംഖ്യ പറഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ്, ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന സംഖ്യ 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൊസിഷനിലെയും തേർഡ് പൊസിഷനിലെ സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ ആ പൊസിഷൻ ഒന്ന് എഴുതട്ടെ. 1, 2, 3, 4 ഇത്ര പൊസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിലെ സംഖ്യ ഇത് പൊസിഷൻ ആണ്, ഇത് നമ്പേഴ്സ് ആണ്. 1 ആണെന്ന് പറഞ്ഞു. ഫോർത്ത് പൊസിഷനിലെ നമ്പർ 4 ആണെന്നും പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2ഉം 3ഉം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തടുത്ത് കിടന്നാലല്ലേ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല മക്കളെ, വേറെ മാർഗമുണ്ട്. നമുക്ക് നോക്കാം അതെന്താണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയുമോ? പൊസിഷൻസിന്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് ഓഫ് പൊസിഷൻസ് ആരൊക്കെയാണ്? 4ഉം 1ഉം. 4 - 1 എത്രയാണ് മക്കളെ? 3. ഇനി എന്താണ്? നമ്പേഴ്സിന്റെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് ഞാൻ മൊത്തം ഒന്നും എഴുതുന്നില്ല. അതും 4 - 1 ഇവിടെ 2 സെയിം ആയതുകൊണ്ടാണ് 3. ഇനി നിങ്ങൾ കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. എന്നാന്നറിയാമോ? ഈ നമ്പറിന്റെ ഡിഫറൻസ് ഇല്ലേ, നമ്പറിന്റെ ഡിഫറൻസിനെ പൊസിഷന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പറിന്റെ ഇവിടെ 2ഉം 3 ആണ്, ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 1. എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പൊസിഷൻസ് തമ്മിൽ ഡിഫറൻസ് ചെയ്യുക, നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് കാണുക, നമ്പറിന്റെ ഡിഫറൻസിനെ പൊസിഷന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നിങ്ങൾ സെക്കൻഡ് നമ്പർ പറ. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇവിടുത്തെ സംഖ്യ കിട്ടണമെങ്കിൽ ഫസ്റ്റ് പൊസിഷന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ സെക്കൻഡ് കിട്ടും. 1 + 1 ഇവിടെ 2. ഇതിന്റെ കൂടെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 2 + 1 3. അല്ലെങ്കിൽ നാലാമത് കിടക്കുന്നതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മൂന്നാമത്തെ കിട്ടും. സിമ്പിൾ അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. മറക്കുമോ? ഇനി കോമൺ ഡിഫറൻസ് അറിയത്തില്ലേ? കോമൺ ഡിഫറൻസ് തന്നില്ല പറഞ്ഞ് ബഹളം ഉണ്ടാകുമോ? ഇല്ല. നമുക്കെന്നാൽ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. 24, 42 ഇവിടെ 2 ഡാഷ് ആകട്ടോ. 0, 0 അല്ല, 2 ഡാഷ് ആണ്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞതിന്റെ രൂപത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ സീക്വൻസിൽ അടുത്തടുത്ത സംഖ്യകൾ ഉള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. വേണം മറ്റേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കാണിക്കാം കേട്ടോ. കോമൺ ഡിഫറൻസ് 42 - 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു നമ്മുടെ സെക്കൻഡ് നമ്പറിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. 2 × 10 60. സിമ്പിൾ. അടുത്തത് ഫോർത്ത് നമ്പർ കണ്ടുപിടിക്കാൻ തേർഡ് നമ്പർ കിട്ടി. തേർഡ് നമ്പറിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 78. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് കിട്ടിയില്ലേ? എത്രയൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്? 60 and 78. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സീക്വൻസ് ഒന്ന് എഴുതണമെന്ന്. അപ്പൊ സീക്വൻസ് എഴുതുമ്പോ എന്നാ വരും? 24, 42 പിന്നെ 60, 78. കണ്ടോ? 18 വിധ ഡിഫറൻസസ് അല്ലെ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 18 ആണ്. അങ്ങനെ കിട്ടി. സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തടുത്തുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ രീതി ചെയ്യണം. ഓക്കെ, മറ്റേ രീതിയിലൂടെ ഒന്ന് ചെയ്ത് കാണിക്കാവേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നമ്മുടെ പൊസിഷൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന അല്ലെ. ഞാൻ ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? 2 - 1. എത്ര മക്കളെ? 1 അല്ലെ. പൊസിഷൻസ് ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 42 - 24 എത്രയാ?
18. ഇനി കോമൺ ഡിഫറൻസ് കാണാൻ എന്നാ പറഞ്ഞത്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു നമ്പറിന്റെ ഡിഫറൻസിനെ പൊസിഷന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18/1 is equal to 18. കോമൺ ഡിഫറൻസ് 18 തന്നെ കിട്ടി. നമ്മൾ മുമ്പേ ചെയ്തത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര തന്നെയാണ് കിട്ടിയത്? കോമൺ ഡിഫറൻസ് 18. 18 കിട്ടിക്കഴിഞ്ഞ് ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യാൻ. ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോയാൽ മതി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ രണ്ട് ഏത് മാർഗം വേണേലും സ്വീകരിക്കാം. പക്ഷേ ഞാൻ പറയും, നമുക്കിങ്ങനെ അടുത്തടുത്തുണ്ടെങ്കിൽ, ഇപ്പൊ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തടുത്തുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി മക്കളെ, കേട്ടോ. മാർക്ക് അങ്ങനെ കുറയത്തൊന്നുമില്ല. സെക്കൻഡ് വൺ 0, 24, 42, 0 എന്നാണ് ഞാൻ പറയുന്നത്. 0 അല്ല, ഡാഷ് ആണത്, കേട്ടോ. ഇനി ഇവിടുത്തെ നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് പൊസിഷനിലെ, ഫോർത്ത് പൊസിഷനിലെ. നമുക്ക് മറ്റേ രീതി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവർ അടുത്തടുത്ത് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 42 - 24 ഇസ് ഈക്വൽ ടു 18 ആണ് നമുക്ക് കിട്ടി. 18 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ കാണണമെങ്കിലോ, ഫസ്റ്റ് നമ്പർ കാണാൻ ഇവിടെ ആഡ് ചെയ്താൽ പോരാ. കാരണം 24ൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് മുമ്പുള്ളത് കാണണമെങ്കിൽ എന്താ? അടുത്തത് കാണണമെങ്കിലാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. ഇത് തൊട്ട് മുമ്പുള്ളത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്നാ ചെയ്യണം? 24 - 18. അപ്പോൾ എത്ര കിട്ടും? 6 അല്ലേ? 6 ആയിരിക്കും. ഇനി അടുത്തത് ഏത് പൊസിഷനിലുള്ളതാണ്? ഫോർത്ത് പൊസിഷനിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 42ന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ എഴുതിയിട്ടിട്ട് നിങ്ങളോട് പറയുന്നത് എന്ത് ചെയ്യണം? 42 കൊണ്ട് എന്ത് ചെയ്താലായിരിക്കും നമുക്ക് ഫോർത്ത് നമ്പർ കിട്ടുന്നത്? തേർഡ് പൊസിഷൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഓക്കെ, 80 ആഡ് ചെയ്ത് എത്ര വരും? 60. കണ്ടോ? അപ്പൊ നമ്മുടെ സീക്വൻസ് നമുക്കൊന്ന് എഴുതാം. സീക്വൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എത്രയാണ്? 6, 24, 42, 60. ശരിയല്ലേ? കോമൺ ഡിഫറൻസ് 80 ഇല്ലേ? 18ന്റെ വ്യത്യാസത്തിലല്ലേ വന്നിരിക്കുന്നത്? എളുപ്പമല്ലേ? ഓക്കെ, ഇത് അടുത്തടുത്ത് വന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി, കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വന്നെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും കോമൺ ഡിഫറൻസ്, അല്ലേ മക്കളെ? ഓക്കെ, മൂന്നാമത്തോടെ ചെയ്യാം. ഡാഷ് ഡാഷ് 24, 42. ഇവിടെ നമുക്ക് അടുത്തടുത്താ പൊസിഷൻസ് അടുത്തുള്ളത് കൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസ് സാധാരണ രീതിയിൽ 42 - 24 ഇസ് ഈക്വൽ ടു 18. എല്ലാം സെയിം സംഖ്യകൾ തന്നെ കേട്ടോ. ഡാഷ് പല പൊസിഷൻ തന്നിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കണ്ടുപിടിക്കണ്ടേ, അല്ലേ? നമ്പർ അറ്റ് ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ നമ്പർ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം മക്കളെ? ഇവിടെ 24 ഉണ്ട്. 24ൽ നിന്ന് എന്ത് ചെയ്യണം? തൊട്ട് മുമ്പുള്ളത് കണ്ടുപിടിക്കണം. മൂന്നാമത്തേതാണുള്ളത്. സെക്കൻഡ് പൊസിഷനുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? കോമൺ ഡിഫറൻസ് എന്താ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. കൂടുമല്ലോ, കുറയുമല്ലേ? 24 - 18 എത്രയായിരുന്നു? 6 ആണ്. ആണല്ലോ, 6. ഓക്കെ, അപ്പൊ അടുത്തത് എത്രാമത്തെ നമ്മൾ ചെയ്യുന്ന? തേർഡ് വൺ 6. ഓക്കെ, ഇനി അടുത്തത് നമ്പർ അറ്റ് ഏത് പൊസിഷനിലാണ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഇത് ഫസ്റ്റ് അല്ലല്ലോ, നമ്മൾ സെക്കൻഡിലാണ് കണ്ടുപിടിച്ചത്. സെക്കൻഡ് പൊസിഷനിലാണ്. സെക്കൻഡ് പൊസിഷൻ. ഇനി നമ്പർ അറ്റ് ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ എത്രയാണ് കിട്ടിയത്? 6. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പം -18 സബ്ട്രാക്ട് ചെയ്തേ. ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? 12 ആയിരിക്കും. 12 ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇത് പ്ലസ്, ഇത് മൈനസ്. വലുതിന്റെ സൈൻ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ ആൻസർ എന്നാ വരുന്നത്? -12. ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല. വലിയ സംഖ്യ ചെറിയ സംഖ്യ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഇത് +24 - 18. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട്, നമുക്കറിയാമല്ലോ പ്ലസും മൈനസും വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. കാരണം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ആണ്. ഇവിടെ അല്ല ഇട്ട്. പക്ഷെ ഇവിടെ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ഇവിടെ 16 ആണ്, 18 ആണ്. 6 - 18 എങ്ങനെ പോകും നോക്കിയിരിക്കരുത്. നമ്മൾ അതെല്ലാം അതിനെ കൊച്ചു ക്ലാസ്സുകളില്ല. നമ്മളിപ്പോൾ വലിയ പിള്ളേരായി, 10th-ലായി. നമുക്കറിയാം രണ്ട് സംഖ്യകൾ വന്നാൽ നമ്മൾ ഇനി സൈനുകൾ മാത്രമേ നോക്കത്തുള്ളൂ. വലുത് ചെറുതെന്ന് നോക്കത്തില്ല. രണ്ട് സംഖ്യകൾ വന്നു, ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്. ഒരെണ്ണം എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് അങ്ങ് കുറച്ചു. 12. വലുതാരാ? അവരുടെ സൈൻ ആരാ? അങ്ങോട്ട് ഇട്ട് കൊടുത്തു, -12. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് എഴുതിയാലോ മക്കളെ? സീക്വൻസ് ഇസ് ഈക്വൽ ടു എത്ര? ആദ്യം -12
6 പിന്നെ എന്താണ് 24 42 ഇവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 18 തന്നെയാണല്ലോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് -12 6 24. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ. ഇനി ഇതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, അടുത്തടുത്ത് സംഖ്യകൾ ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ വെച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും സാധനം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ. വീഡിയോ കാണുക, എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കത്തില്ലേ നിങ്ങൾ? അതെനിക്ക് വാക്കാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ചെയ്ത് നോക്കുന്ന ആ ഒരു വാക്ക് എനിക്ക് വേണം. ഓക്കെ മക്കളെ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.